ഖത്തറിലെ പുതിയ സ്പോൺസർഷിപ്പ് നിയമം ഈ വർഷം തന്നെ നിലവിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഖത്തർ ചേംബർ ഓഫ് കൊമേഴ്സ് ഡെപ്യൂട്ടി ചെയർമാൻ മുഹമ്മദ് ബിൻ അഹമ്മദ് അൽ തവാർ അൽ കുവാരി പറഞ്ഞു. പുതിയ നിയമം തൊഴിലാളികളുടെയും വാണിജ്യ വ്യവസായ മേഖലയിലുള്ളവരുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒമാനിലെ ബുറൈമിയിലെ മലയാളി സംഘടനയായ ബുറൈമി ഫ്രണ്ട്സ് ഈദാഘോഷം സംഘടിപ്പിച്ചു. മാപ്പിളപ്പാട്ട് ഗായിക സനൂഫിയായിരുന്നു മുഖ്യാതിഥി. വോയിസ് ഓഫ് കേരള അവതാരക സുരലയ, റജൂബ്, യാസർ എന്നിവർ നേതൃത്വം നൽകി. ഹസൻ കോയ ഉപഹാരങ്ങൾ കൈമാറി. SKSSF രജത ജൂബിലി മഹാസമ്മേളനത്തിന്റെ ഭാഗമായി പ്രവാസികൾക്ക് വേണ്ടിയും പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഓണംപള്ളി മുഹമ്മദ് ഫൈസി പറഞ്ഞു. മസ്കത്തിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നീതിബോധത്തിന്റെ നിതാന്ത ജാഗ്രത എന്ന സന്ദേശവുമായാണ് SKSSF രജത ജൂബിലി മഹാസമ്മേളനം തൃശൂരിൽ സംഘടിപ്പിക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ മേഖലയിൽ സാമൂഹിക സേവനത്തിന് സന്നദ്ധരായ 25,000 വളണ്ടിയർമാരെ പരിശീലിപ്പിക്കും. പ്രവാസികൾക്കായും പദ്ധതികൾ ആസൂത്രണം ചെയ്യുമെന്ന് ഓണംപള്ളി മുഹമ്മദ് ഫൈസി പറഞ്ഞു. ഗൾഫ് നാടുകളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് സഹായങ്ങളും പുനരധിവാസം എന്ന് പറയുന്ന വലിയൊരു പ്രോജക്റ്റ് നൽകുന്ന സംഘടനക്ക് പരിമിതികളുണ്ടെങ്കിലും അവരെ ആശ്വസിപ്പിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള പദ്ധതികൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ മാസം 15 മുതൽ 19 വരെ ഒമാനിലെ നിസ്വ, സലാല, റൂവി, സൂർ, മത്ര എന്നിവിടങ്ങളിൽ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കും. സമ്മേളന കാലയളവിൽ ഒമാനിൽ ആദർശ സമ്മേളനം, മെഡിക്കൽ ക്യാമ്പ് തുടങ്ങിയവ നടക്കും. റഷീദ് അലി ശിഹാബ് തങ്ങൾ, ജലീൽ ഹുദവി, KK റഫീഖ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 മസ്കത്ത്. ബലിപെരുന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് കമീസ് മുഷീദ് ജാലിയാത്ത് ഓഫീസ് വിവിധ രാജ്യക്കാർക്കായി ഈദ് സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. ദവാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ അഹമ്മദ് സൽമാൻ അൽ ഫൈഫി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ, ബംഗ്ലാദേശ്, ഫിലിപ്പൈൻ, നേപ്പാൾ, സുഡാൻ, യമൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. ഡോക്ടർ അബ്ദുള്ള ബിൻ ഹാദി അൽ ഗദ്ഹാനി, താജുദ്ദീൻ മദനി, കരുവാക്കുണ്ട്, ബുഖാരി, ഫിലിപ്പിനോ തുടങ്ങിയവർ സംസാരിച്ചു. മസ്കത്ത് സെന്റ് മേരീസ് യാക്കോബായ യൂത്ത് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന രക്തദാന ക്യാമ്പ് നാളെ രാവിലെ 9 മുതൽ റൂവി സെന്റ് മേരീസ് ചർച്ച് പരിസരത്ത് നടക്കും. രക്തദാനത്തിന് തയ്യാറുള്ളവർ 99421568 എന്ന നമ്പറിൽ വിളിക്കണമെന്ന് സംഘാടകർ അറിയിച്ചു. ഒമാനിലെ ജബൽ അക്തറിൽ ഇന്നലെ വാഹനാപകടത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ നാളെ നാട്ടിലെത്തിക്കും. ഖത്തറിൽ നിന്ന് ഒമാനിലെത്തിയ കോഴിക്കോട് പേരാമ്പ്ര കുണേരി മീത്തൽ അബ്ദുള്ളയുടെ ഭാര്യ ഫഫ്സ, ഒമാനെ അൽ ഹമറയിൽ ജോലി ചെയ്യുന്ന കോഴിക്കോട് ചേന്നോളി നീലോട്ട് വീട്ടിൽ സലീം എന്നിവരുടെ മൃതദേഹങ്ങളാണ് നാട്ടിലെത്തിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 1-ന് മസ്കത്തിൽ നിന്ന് പുറപ്പെടുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നത്. അപകടത്തിൽ പരിക്കേറ്റ് നിസ്വ ആശുപത്രിയിൽ കഴിയുന്ന അബ്ദുള്ള, റഷീദ്, ജസീന, റയ, ഖദീജ എന്നിവരുടെ നില മെച്ചപ്പെട്ടതായി ബന്ധുക്കൾ അറിയിച്ചു. അബുദാബി റുവൈസിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളിയടക്കം 2 പേർ മരിച്ചു. തൃശൂർ വടക്കാഞ്ചേരി സ്വദേശി മോഹനാണ് മരിച്ച മലയാളി. 37 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഷാർജയിലെ സ്വകാര്യ കമ്പനിയിൽ വെൽഡിംഗ് സൂപ്പർവൈസറായി ജോലി ചെയ്യുകയായിരുന്നു മോഹനൻ. ജോലി ആവശ്യാർത്ഥം റുവൈസിൽ പോയതായിരുന്നു. പാകിസ്ഥാൻ സ്വദേശിയാണ് മരിച്ച മറ്റൊരാൾ. കാർ നിർത്തി പുറത്തിറങ്ങിയ ഇരുവരെയും അതിവേഗത്തിൽ പാഞ്ഞുവന്ന പിക്കപ്പ് വാൻ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. മോഹനന്റെ മൃതദേഹം അബുദാബി ഖലീഫ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഭാര്യയും 2 മക്കളുമുള്ള മോഹന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ഇതോടെ ഇന്നത്തെ ന്യൂസ് 1 മില്ലിസ്റ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ശുഭരാത്രി.